പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡ്രോയിങ് എ ബാർ ഗ്രാഫ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. എങ്ങനെയാണ് ഒരു ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In a previous example, Sri Nilesh prepared a frequency table representing the sweets preference of the students in his class. അവൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സ്വീറ്റ് പ്രിഫറൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ടേബിള് ശ്രീ നിലേഷ് പ്രിപ്പയർ ചെയ്തിരുന്നു മുമ്പത്തെ എക്സാമ്പിളിൽ. ലെറ്റ്സ് ട്രൈ ടു പ്രിപ്പയർ എ ബാർ ഗ്രാഫ് ടു പ്രസൻറ്റ് ഹിസ് ഡേറ്റ. അപ്പോൾ അവൻ്റെ ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ബാർ ഗ്രാഫ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നോട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ പോയിൻറ്റുകളും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമ്മളൊരു ബാർ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ വി ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് എ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കും, ഒരു വെർട്ടിക്കൽ ലൈനും ദാ ഇങ്ങനെ വരയ്ക്കും. On the horizontal line, we will write the name of each of the seeds. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ഓരോ സ്വീറ്റിൻ്റെയും പേരുകൾ എഴുതും. എങ്ങനെയാണ് അതിൻ്റെ പേരുകൾ എഴുതുന്നത്? ഈക്വലി സ്പേസ്ഡ് ഫ്രം വിച്ച് ദ ബാർസ് വിൽ റൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദർ ഫ്രീക്വൻസീസ്. അപ്പോൾ നമ്മൾ ഓരോ സ്വീറ്റിൻ്റെയും ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ബാറുകൾ വരയ്ക്കും അല്ലേ. അപ്പോൾ ആ ബാറുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ബാറുകൾ തമ്മിൽ ഈക്വൽ സ്പേസ് ആയിരിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ ബാറുകൾക്ക് നേരെയാണ്, ബാറുകളുടെ തൊട്ട് താഴെയാണ് നമ്മൾ ഓരോ സ്വീറ്റിൻ്റെയും നെയിം എഴുതുന്നത്. അപ്പോൾ സ്വീറ്റിൻ്റെ നെയിം നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ എഴുതും. ആ ഓരോ സ്വീറ്റിൻ്റെയും ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള ബാറുകളാണ് നമ്മളവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ആ ബാറുകൾ തമ്മിൽ ഈക്വൽ സ്പേസ് ആയിരിക്കും. അപ്പോൾ ആ ബാറുകളുടെ താഴെയാണ് നമ്മൾ എന്തെഴുതുന്നത്? ഈ ഓരോ സ്വീറ്റിൻ്റെയും നെയിം എഴുതുന്നത്. And on the vertical line, we will write the frequencies representing number of students. ഇനി വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ എന്താണ് എഴുതുന്നത്? നമ്മൾ ഫ്രീക്വൻസീസ് എഴുതും അല്ലേ. ഓരോ സ്റ്റുഡൻസിൻ്റെ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ആണ് നമ്മൾ വെർട്ടിക്കൽ ലൈനിൽ എഴുതുന്നത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6, 9, 13, 3, 7 ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. ആ ഫ്രീക്വൻസീസ് നമ്മൾ വെർട്ടിക്കൽ ലൈനിൽ എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി മസ്റ്റ് ചൂസ് എ സ്കെയിൽ. ഇനി നമ്മളൊരു സ്കെയിൽ ഇവിടെ ചൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് വി മസ്റ്റ് ഡിസൈഡ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ റെപ്രസെൻറ്റഡ് ബൈ എ യൂണിറ്റ് ലെങ്ത് ഓഫ് എ ബാർ സോ ദാറ്റ് ഇറ്റ് ഫിറ്റ് നൈസ്ലി ഓൺ അവർ പേപ്പർ. അപ്പോൾ നമ്മുടെ പേപ്പറിൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള സ്കെയിൽ നമ്മൾ ചൂസ് ചെയ്യണം. അതായത് 1 യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര വെച്ചാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ലാർജർ നമ്പർ 13 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ നമ്മൾ ഒരു യൂണിറ്റ് 1 വെച്ചെടുത്ത് കഴിഞ്ഞാൽ 1 സ്റ്റുഡൻറ്റ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 13 വരെ എന്ത് ചെയ്യേണ്ടി വരും? മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2 സ്റ്റുഡൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ഇങ്ങനെ പോവും. അപ്പോൾ കുറച്ചുകൂടെ ചെറിയ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ പേപ്പറിൽ ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഫോർ ജിലേബി വി ദെയർഫോർ നീഡ് ടു ഡ്രോ എ ബാർ ഹാവിങ് ദ ഹൈറ്റ് ഓഫ് 6 യൂണിറ്റ് വിച്ച് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി സ്വീറ്റ് ജിലേബി. കണ്ടോ, ഇവിടെ 6 യൂണിറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അതാണ് ജിലേബിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് സിമിലർലി ഫോർ ദി അതർ സ്വീറ്റ്സ് വി ഹാവ് ടു ഡ്രോ ബാർസ് ആസ് ഹൈ ആസ് ദർ ഫ്രീക്വൻസി. അപ്പോൾ ബാക്കിയുള്ള ഓരോ സ്വീറ്റിൻ്റെയും ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബാറുകൾ വരയ്ക്കണം. വി ദെയർ ഫോർ ഗെറ്റ് എ ബാർ ഗ്രാഫ് ആസ് ഷോൺ ബിലോ. അപ്പോൾ അങ്ങനെ വരച്ച ഒരു ബാർ ഗ്രാഫ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, ഇത് വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിൽ ഈക്വൽ സ്പേസിലാണ് ബാറുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അതായത് ഈ 2 ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വലാണ്. അങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്. ഇത് ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. അതേപോലെ ബാറുകളുടെ വിഡ്ത്ത് യൂണിഫോം വിഡ്ത്ത് ആയിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നോക്കിയേ, ഇവിടെ 13 ആണ് ഹയസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവർ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 സ്റ്റുഡൻ്റ് എന്നാണ് സ്കെയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 0 ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആകുന്ന ഇവിടെ നമ്മൾ 0 എന്നെടുക്കും. പിന്നെ 1, 2, 3, 4, 5 ഇങ്ങനെ
നമ്മൾ മാർക്ക് ചെയ്യും. ജലേബി 6 സ്റ്റുഡൻസിനായിരുന്നു. അപ്പോൾ ദാ 6 എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഒരു ബാർ വരയ്ക്കും. അടുത്തത് 9 ആണ് ഗുലാബ് ജാമുൻ. അപ്പോൾ 9ൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്കൊരു ബാർ വരയ്ക്കും. അപ്പോൾ ഈ ബാറുകൾ തമ്മിൽ ഈക്വൽ സ്പേസ് ആയിരിക്കണം. അടുത്തത് ഗുജിയ 13. അപ്പോൾ 13ൽ നിന്ന് താഴേക്ക് ബാർ വരയ്ക്കും. ഇങ്ങനെ ബാർ വരയ്ക്കും. ഇങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുന്നത് കേട്ടോ. When the frequencies are larger and we cannot use the scale of 1 unit length is equal to 1 number, we need to choose a different scale like we did in the case of pictograph. അപ്പോൾ ഫ്രീക്വൻസീസ് ലാർജർ ആണെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് 1 നമ്പറായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറൻറ്റ് സ്കെയിൽ, അതായത് നമ്മൾ പിക്ടോഗ്രാഫിൽ ചെയ്തതുപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 2 സ്റ്റുഡൻസ് എടുക്കാം. ഇവിടെ ചെറുതായതുകൊണ്ട് ഫ്രീക്വൻസി ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല. വലുത് ആകുമ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതനുസരിച്ചുള്ള ഫ്രീക്വൻസീസ് നമ്മളിവിടെ എടുക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കിയാൽ. ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ സ്മൃതി ഇൻ ഈച്ച് ഓഫ് ദി 8 മാച്ചസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ സ്മൃതിക്ക് 8 മാച്ചസിൽ കിട്ടിയ റൺസിൻ്റെ സ്കോറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, മാച്ച് 1ൽ 80 റൺസ്, മാച്ച് 2ൽ 50, മാച്ച് 3ൽ 10, മാച്ച് 4ൽ 100 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റൺസിൻ്റെ നമ്പർ നോക്കിയേ, എല്ലാം ലാർജ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ റൺസ് 1 യൂണിറ്റ് 1 റണ്ണായിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെ വരെ നമ്മൾ വരയ്ക്കേണ്ടി വരും? 100 വരെ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 യൂണിറ്റ് എന്നുള്ളത് നമുക്കിഷ്ടമുള്ള ഫ്രീക്വൻസിയിൽ എടുക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ഗ്രാഫിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 റൺസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കണ്ടോ. അതുകൊണ്ടാണ് 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? 10 റൺസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നോക്കിയേ, ഇൻ ദിസ് എക്സാമ്പിൾ ദ മിനിമം സ്കോർ ഈസ് 0. കണ്ടോ, മിനിമം സ്കോർ ഇതാ ഇവിടെ 0 ഉണ്ട്. ആൻഡ് ദ മാക്സിമം സ്കോർ ഈസ് 100. Using a scale of 1 unit length is equal to 1 run would mean that we have to go all the way from 0 to 100 runs in step of 1. This would be unnecessarily tedious. Instead, let us use the scale where 1 unit length is equal to 10 runs. അപ്പോൾ 1 യൂണിറ്റ് 1 റണ്ണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 to 100 വരെ നമ്മൾ എന്ത് ചെയ്തേണ്ടി വരും? നമ്മൾ എഴുതേണ്ടി വരും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 യൂണിറ്റ് ലെങ്തിന് 10 റൺസ് എന്ന് കൊടുക്കുന്നു. വി മാർക്ക് ദി സ്കെയിൽ ഓൺ ദ വെർട്ടിക്കൽ ലൈൻ ആൻഡ് ഡ്രോ ദ ബാർസ് അക്കോർഡിംഗ് ടു ദ സ്കോർ ഇൻ ഈച്ച് മാച്ച്. വി ഗെറ്റ് ദ ഫോളോയിങ് ബാർ ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ദി എബവ് ഡേറ്റ. ആ ഒരു ഗ്രാഫാണ് ഇതാ നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതാ നോക്കിയാൽ, മാച്ച് 1ൽ 80 ആയിരുന്നു സ്കോറ്. അപ്പോൾ ഇതാ 80ൽ നിന്ന് ഇതാ കണ്ടോ ബാർ വരച്ചിരിക്കുന്നത്. ഇവിടെ ബാറുകൾ തമ്മിലുള്ള സ്പേസ് സെയിം ആണ്. ഇവിടെ മാച്ച് 6ൽ 0 ആണ് സ്കോർ. അതുകൊണ്ടാണ് ഇവിടെ ബാർ വരാത്ത ഇത്രയും സ്പേസ് വന്നത് കേട്ടോ. ബാക്കി എല്ലാത്തിലും ഈക്വലാണ് കണ്ടോ. ഇനി മാച്ച് 2ൽ 50 ആയിരുന്നു റൺസ്. അപ്പോൾ ഇതാ 50ൽ നിന്ന് ബാർ വരച്ചു. ഇവിടെ നോക്കിയാൽ ബാറുകളുടെ എല്ലാം വിഡ്ത്ത് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറുകളുടെ വിഡ്ത്ത് സെയിം ആയിരിക്കണം, യൂണിഫോം വിഡ്ത്തിലായിരിക്കണം. അതേപോലെ ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇൻ ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് ഇമ്രാൻസ് ഫാമിലി ഓൺ വേരിയസ് ഐറ്റംസ് തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ റുപ്പീസിലും തന്നിട്ടുണ്ട്. ടു റെപ്രസെൻറ്റ് ദിസ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് എ ബാർ ഗ്രാഫ്, ഹിയർ ആർ ദി സ്റ്റെപ്സ്. അപ്പോൾ ഈ ബാർ ഗ്രാഫ് വരയ്ക്കുന്നതിനുള്ള സ്റ്റെപ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡ്രോ 2 പെർപെൻഡിക്കുലർ ലൈൻസ്, 1 ഹൊറിസോണ്ടൽ ആൻഡ് 1 വെർട്ടിക്കൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന് ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. എലോങ് ദ ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ദി ഐറ്റം. ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഐറ്റംസ് മാർക്ക് ചെയ്യണം വിത്ത് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദം ആൻഡ് മാർക്ക് ദി കറസ്പോണ്ടിങ് എക്സ്പെൻഡിച്ചർ എലോങ് ദി വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ ഐറ്റംസ് മാർക്ക് ചെയ്യുന്നു. വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ കറസ്പോണ്ടിങ് എക്സ്പെൻഡിച്ചറും മാർക്ക് ചെയ്യുന്നു. Take bars of the same width, keeping a uniform gap between them. അപ്പോൾ ബാറുകൾ സെയിം വിഡ്ത്തിലുള്ള ബാറുകൾ എടുക്കണം. അത് തമ്മിൽ യൂണിഫോം ഗ്യാപ്പ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ചൂസ് എ സ്യൂട്ടബിൾ സ്കെയിൽ അലോങ് ദി വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ നമ്മൾ
ഇവിടെ എത്രയാണ് മാക്സിമം 3400 ആണ്, മിനിമം 400 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ 1 യൂണിറ്റ് ലെങ്ത് 200 ആയിട്ട് എടുക്കുന്നു. ആൻഡ് ദെൻ മാർക്ക് ആൻഡ് റൈറ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂസ്. 1 യൂണിറ്റ് ലെങ്ത് 200 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കെയിൽ എങ്ങനെ വെർട്ടിക്കൽ ലൈനിൽ എഴുതും? 200, 400, 600, 800, അതായത് 200ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇനി നോക്കിയാൽ ഫൈനലി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ബാർസ് ഫോർ വേരിയസ് ഐറ്റംസ് ആസ് ഷോൺ ബിലോ. അപ്പോൾ നോക്കിയേ, ബാറിൻ്റെ ഹൈറ്റ്, കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ബാർ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൗസ് റെൻ്റ് എന്ന് പറയുന്നത് 3000 ആയിരുന്നു അല്ലേ. ഇവിടെ ഹൗസ് റെൻറ്റ് 3000 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബാറിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 3000 ഡിവൈഡഡ് ബൈ 200 ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 15 യൂണിറ്റ്. അപ്പം നമ്മുടെ ബാറിൻ്റെ ലെങ്ത് 15 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഹൗസ് റെൻറ്റിൻ്റെത് എവിടെ വരും? 15 ബാറുകൾ വരും. 15 യൂണിറ്റ്സ് വരും. കണ്ടോ, ഇവിടെ യൂണിറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നില്ല. 200, 400, 600, 800, 1000 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൗസ് റെൻറ്റ് വരുമ്പോൾ നമ്മൾ 3000 എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ ബാർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആയിരിക്കും അത് നമുക്ക് കണ്ടുപിടിക്കണേ. എന്ത് ചെയ്താൽ മതി? 3000 ബൈ 200 ചെയ്താൽ മതി. ഇനി അടുത്തത് ഫുഡിൻ്റെത് 3400 ആണ്. അവിടെ നമ്മൾ ബാർ വരച്ചു. എത്ര യൂണിറ്റ്സ് ആണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 3400 ബൈ 200 ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ എത്ര ബാർ യൂണിറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ബാറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ നമ്മൾ എത്രയാണോ നമ്മൾ സ്കെയിൽ എടുത്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറിൻ്റെ ഹൈറ്റ് കിട്ടും. ഹൗസ് റെൻറ്റിൻ്റെ ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 യൂണിറ്റ്സ് ആണ്. ഫുഡിൻ്റെത് 17 യൂണിറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ 4 യൂണിറ്റ്സ് ആണ്. ഇങ്ങനെ ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ. Okay, use the bar graph to answer the following question. On which item does Imran's family spend the most and the second most? അപ്പോൾ ഇമ്രാൻ്റെ ഫാമിലി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തതും സെക്കൻഡ് മോസ്റ്റ് സ്പെൻഡ് ചെയ്തതും ഏത് ഐറ്റത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ബാറിൻ്റെ ലെങ്ത് നോക്കിയാൽ മതി അല്ലേ. ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്? എന്തിനാണ്? ഫുഡിന് വേണ്ടിയാണ്. സെക്കൻഡ് ഹയസ്റ്റ് എന്തിനു വേണ്ടിയാണ്? ഹൗസ് റെൻറ്റിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ മോസ്റ്റ് ഫുഡിന് വേണ്ടിയും സെക്കൻഡ് മോസ്റ്റ് ഹൗസ് റെൻറ്റിന് വേണ്ടിയുമാണ് സ്പെൻഡ് ചെയ്തത്. അടുത്തത്, ഈസ് ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അബൌട്ട് 1/2 ദി കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ്റെ 1/2 ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എത്രയാണ്? കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 400 ആണ്. അടുത്തത് എഡ്യൂക്കേഷൻ്റെ എത്രയാണ്? 800 ആണ് അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഹാഫ് ആണ് എന്ത്? ഇലക്ട്രിസിറ്റി അല്ലേ. ഇൻ ദ ബാർ ഗ്രാഫ് ദ ഹൈറ്റ് ഓഫ് ദി ബാർ ഫോർ ഇലക്ട്രിസിറ്റി ഈസ് 400 ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ബാർ ഫോർ എഡ്യൂക്കേഷൻ ഈസ് 800. Therefore the cost of electricity is 1/2 the cost of education. എഡ്യൂക്കേഷൻ്റെ 800 ആയിരുന്നു, അതിൻ്റെ നേരെ ഹാഫ് ആണ് 400 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഡ്യൂക്കേഷൻ്റെ ഹാഫ് ആണ് 400 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് എന്ന് പറയാം. ഈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ലെസ് ദാൻ 1/4 ദി കോസ്റ്റ് ഓഫ് ഫുഡ്? ഓക്കെ, ഫുഡിൻ്റെത് 3400 ആണ്. അടുത്തത് എഡ്യൂക്കേഷൻ്റെത് 800 ആണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ലെസ് ദാൻ 1/4 ദി കോസ്റ്റ് ഓഫ് ഫുഡ്. അതായത് എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് ഫുഡിൻ്റെ കോസ്റ്റിൻ്റെ 1/4 കുറവാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 800ൻ്റെ 4 ടൈംസിനെക്കാട്ടിൽ കൂടുതലാണ് 3400 അല്ലേ. 800ൻ്റെ 4 ടൈംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 × 800 വരും. ദാറ്റ് ഈസ് 3200. ഇതിലും കൂടുതലാണ് ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇൻ ദ ബാർ ഗ്രാഫ് ദ ഹൈറ്റ് ഓഫ് ദി ബാർ ഫോർ ഫുഡ് ഈസ് 3400 ഈസ്
more than 4 times the height of the bar for education. Therefore, the cost of education is less than 1/4 the cost of food. മനസ്സിലായോ നിങ്ങൾക്ക്? എഡ്യൂക്കേഷനെക്കാട്ടിൽ 4 ടൈംസ്, എഡ്യൂക്കേഷൻ്റെ 4 ടൈംസിനെക്കാട്ടിൽ കൂടുതലാണ് ഫുഡിൻ്റെത്. അപ്പോൾ തിരിച്ചു പറയുവാണെങ്കിലോ, കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ലെസ് ദാൻ 1/4 ദി കോസ്റ്റ് ഓഫ് ഫുഡ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. ഇതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.